guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരുടെ ഫാമിലി ആയിട്ട് തേക്കടിക്ക് പോകുന്ന ഒരു കുട്ടി ട്രാവൽ ലോഗാണ്. അപ്പോൾ തേക്കടി നമ്മുടെ പ്ലേസിൽ നിന്ന് ഏകദേശം ഒരു 152 കിലോമീറ്റർ ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 4.5 hours ഓഫ് ജേർണി. നമ്മളിങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പോകാൻ നേരത്തേക്കും അതൊരു 5-5.5 മണിക്കൂറൊക്കെ ആവും. ആൻഡ് നമ്മൾ ചൂസ് ചെയ്തത് പാല വഴിയുള്ള റൂട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് പൈനാപ്പിൾ കൃഷിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് പൈനാപ്പിളൊക്കെ മേടിച്ച് നേരെ കുട്ടിക്കാനം വഴി തേക്കടിയാണ് ടാർഗറ്റ് ചെയ്തത്. കുട്ടിക്കാനം പിന്നെ പറയണ്ടല്ലോ, നല്ല ഭംഗിയായിരുന്നു പോകുന്ന റൂട്ടെല്ലാം. ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ ഇൻക്ലൂഡ് ചെയ്തത് വേറൊന്നുമല്ല, അത് നല്ല ചതുപ്പുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് പോലും അവന്മാർ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിന്ന് പുല്ല് മെയ്യുന്നുണ്ടപ്പം എനിക്കെന്തോ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല, അങ്ങനെ ആഡ് ചെയ്തതാണ്. കുട്ടിക്കാനത്തേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ചെറുതായിട്ട് തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കോടയായിട്ടൊന്നും ഇല്ലായിരുന്നു, കാരണം നമ്മൾ ഉച്ചയായി ഒരു 1 മണിയൊക്കെ ആയി എത്തി. ആൻഡ് തേക്കടി നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഇതുപോലെ തന്നെയായിരുന്നു, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തേക്കടിയിൽ തണുപ്പൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 3 മണി അടുപ്പിച്ചായി അപ്പോഴത്തേക്കും എന്തായാലും ബോട്ടിംഗ് സർവീസ് മിസ്സാവുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം പെരിയാറിൽ അന്നത്തേക്കുള്ള ലാസ്റ്റ് ബോട്ടിംഗ് സർവീസ് എന്ന് വെച്ചാൽ 3:30 ആണ്. അപ്പോൾ ഞാൻ ആ ബോട്ടിംഗ് സർവീസിൻ്റെ ടൈമിങ്ങും സ്കെഡ്യൂളും ഒക്കെ ഇവിടെ ആഡ് ചെയ്തേക്കാം. ആൻഡ് 2 സൈറ്റ് ഉണ്ട് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഒന്ന് KTDCയുടെ, ഒന്ന് പെരിയാറിൻ്റെ. KTDCയുടെ കിട്ടാൻ കുറച്ച് എളുപ്പമാണ്, പക്ഷേ കോസ്റ്റ്ലി ആണ്. പെരിയാറിൻ്റെ ടിക്കറ്റ്സ് കുറവാണ്. പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഓൺ വെഹിക്കിൾസ് ഈ ഒരു ബോട്ടിംഗ് സർവീസിൻ്റെ അങ്ങോട്ട് കടത്തി വിടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ബസ് ടിക്കറ്റ് എടുത്തിട്ട് 75 rupees പെർ ഹെഡ് ആണ്. അതെടുത്തിട്ട് അവരുടെ തന്നെ ബസ്സിലാണ് നമ്മൾ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട് വന്നതുകൊണ്ട് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഏത് സൈറ്റിലാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ KTDCയുടെ സൈറ്റിൽ തന്നെ നെക്സ്റ്റ് ഡേ 11:45 ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തിങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ബാച്ചിനെ കണ്ടു. ഒരു കൂട്ടം മാനിനെയാണ് കണ്ടത്. പിന്നെ ഇന്ത്യൻ ഗോറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, കാട്ടുപന്നിയെ കണ്ടു, പിന്നെ കുറച്ച് പക്ഷീനെയൊക്കെ കണ്ടു. ഇതെല്ലാം നമ്മുടെ ഫോൺ ക്യാം ആയതുകൊണ്ട് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ എങ്കിലും പറ്റുന്നതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരാളെ നോട്ട് ചെയ്തത് കേട്ടോ. ഇത് അവിടുത്തെ ക്യാൻറ്റീനിന്റെ തൊട്ട് പുറകിലായിട്ട് വന്ന് ഫുഡ് ചോദിക്കുന്നതാ. ആളവിടുത്തെ സ്ഥിരം വിസിറ്റർ ആണ് കേട്ടോ. 2 പേരുണ്ടായിരുന്നു, ഒരു വലുതും ഒരു ചെറുതും. പിന്നെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ബസ് കയറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെ കണ്ടു? ഒന്നും കണ്ടില്ല. ഈ മാനിനെ കണ്ടില്ലേ? മാനിനെ കണ്ട്, കാട്ടുപന്നിയെ കണ്ടു, കാക്കേനെ കണ്ട്, കാട്ടുകാക്ക. അവിടുന്ന് നമ്മൾ നേരെ പോയത് എലിഫന്റ് സഫാരി പാർക്കിലോട്ടാണ്. അതായത് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 5 to 10 minutes വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. വെറുതെ കാറും വണ്ടിയൊക്കെ കൊണ്ടുപോയി ബ്ലോക്ക് ആകുന്നതിനേക്കാളും നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ ഒരു പാർക്കിംഗ് ഇച്ചിരി തിരക്കാണ്, അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. ആൻഡ് ഈ ഒരു എലിഫന്റ് സഫാരിയിൽ ഏകദേശം 8 ആനകൾ ഉണ്ടായിരുന്നു. എല്ലാം ഫീമെയിൽ ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ആൻഡ് എല്ലാ ആനകളും വെൽ ട്രെയിൻഡ് ആണ് കേട്ടോ. എനിക്ക് ആനപ്പുറത്ത് കയറണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് നല്ല പേടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ എല്ലാ ആനയും വെൽ ട്രെയിൻഡ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഈ ഫോറിനേഴ്സ് എല്ലാം കൊണ്ടുവന്ന് ആനയുടെ കയ്യിൽ, തുമ്പിക്കൈയിലാണ് ടിപ്പ് കൊടുക്കുന്നത്. അത് കറക്റ്റ് മേടിച്ച് പാപ്പാൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരാന മാത്രമല്ല, അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആനകളും ഇതുപോലെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളിതെല്ലാം കണ്ടുവന്നപ്പോഴത്തേക്കും ഏകദേശം രാത്രിയായി. പിന്നെ റൂമിൽ പോയി തിരിച്ചു വന്ന് ഫുഡ് കഴിക്കാനായിട്ട് തട്ടുകട സെറ്റപ്പാണ് നമ്മൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വയറിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ല, ഫുഡെല്ലാം കഴിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് അന്നത്തെ ദിവസം അവിടെ തീർന്നു. അപ്പോൾ നമ്മുടെ ഡേ 2 ഇന്ന് നമ്മൾ ജീപ്പ് സഫാരിയൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ സ്കിപ്പ് ചെയ്തു. എല്ലാം കൂടി ഇന്ന് നടക്കത്തില്ല എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് കമ്പം തേനിയൊക്കെ പോകാനായിട്ട് ചെറിയൊരു പ്ലാൻ ഉണ്ട്. പിന്നെ അമ്മയ്ക്കൊന്നും സുഖമില്ലായിരുന്നു, അപ്പം സത്രത്തിലോട്ടൊന്നും ജീപ്പ് സഫാരി ബെറ്റർ ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സ്റ്റേ. അത്യാവശ്യം നല്ലൊരു കോട്ടേജ് ആയിരുന്നു. 2500 rupees ആയിട്ടുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഒരു ലക്ഷറി ഫീൽ വരുന്ന ഒരു കോട്ടേജ് ആണ്. ആൻഡ് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു റൂം വ്യൂ. ഫസ്റ്റ് ഫ്ലോർ ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ആ കറക്റ്റ് തേക്കടി
ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സ്ഥലമല്ലേ, അവിടെയാണ് ഡയറക്റ്റ് വ്യൂ കിട്ടുന്നത്. വേറെ വലിയ വ്യൂ ഒന്നുമില്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. 2500 റുപ്പീസിന് എന്തായാലും വർത്ത് ആയിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. ഇനി നമ്മൾ എവിടെ പോയാലും ഫോട്ടോ എടുക്കണമല്ലോ, അപ്പോൾ 1-2 ഫോട്ടോസ് എടുക്കാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, എല്ലാം ഹോംലി ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മെനു ഒന്നും പ്രതീക്ഷിച്ച് പോരുത്, വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ, അത് നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് റെഡിയായി നേരെ 11:45 നമ്മുടെ ബോട്ടിംഗ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. പിന്നെ ഞാൻ എവിടെ പോയാലും ഗണപതിനെയല്ലേ മേടിക്കുന്നത്, ഈ വട്ടം ഈ ഒരു ആനയുടെ ബ്രേസ്ലെറ്റാണ് മേടിച്ചത്. 450 റുപ്പീസ് ആയി, പക്ഷേ കുഴപ്പമില്ല, കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും നമ്മൾ ബസ് ടിക്കറ്റ് എടുത്തു. 75 റുപ്പീസ് പെർ ഹെഡാണ്. അപ്പം അതും എടുത്ത് നമ്മൾ നേരെ പോവാണ്. ഈ പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആൻഡ് ഇവിടെ ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ്, ട്രക്കിംഗ്, ബാംബൂ റാഫ്റ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. ബോട്ടിങ്ങിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ആകെ ഒരു ഉന്തും തള്ളും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് ഈ ഒരു ഇറങ്ങുന്ന എൻട്രൻസിന് മാത്രമേ ഉള്ളൂ ഈ ഒരു തിരക്ക്. അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് തിരക്ക് കൂട്ടിയിട്ടും കാര്യമില്ല, കാരണം ഓരോരുത്തർക്ക് അവരുടേതായ സീറ്റ് നമ്പർ അലോക്കേറ്റഡ് ആണ്. KTDCയുടെ ബോട്ടിൽ അലോക്കേറ്റഡ് ആയിരുന്നു, പെരിയാറിലും അലോക്കേറ്റഡ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. അപ്പം അതെന്തായാലും തള്ളിയിട്ട് കാര്യമില്ല, അവർ ആ റിക്വയർഡ് നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. നമ്മൾ ഈ ബോട്ടിലോട്ട് കയറാൻ പോകുന്ന ഈ ഒരു വഴിക്ക് ഇന്നലെ കണ്ട അതേ സ്പോട്ടിൽ കുറച്ചുകൂടെ ഇന്ത്യൻ ഗോറിൻ്റെ കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, എടുത്തുകൊണ്ടിരുന്നാൽ ബോട്ടിൻ്റെ വഴിക്ക് പോകും, നമുക്ക് ബോട്ടിംഗ് മിസ്സാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് സീറ്റായിരുന്നു, അച്ചുവിന് മാത്രം മുകളിലത്തെ ഒരു സീറ്റായിരുന്നു. അപ്പം നമ്മുടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. KTDCയുടെ 2 ബോട്ടും പെരിയാറിൻ്റെ 3 ബോട്ടും ആയിരുന്നു അന്ന് സർവീസിൽ ഉണ്ടായിരുന്നത്. ആൻഡ് വെള്ളം കുറവായിരുന്നു. ഇപ്പോൾ സമ്മർ കഴിഞ്ഞിട്ട് മൺസൂണിലോട്ട് പോകുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു. ആൻഡ് ഈ ഒരു ബോട്ടിംഗ് സർവീസ് ഏകദേശം ഒരു 1.5 hours ഓഫ് ട്രാവലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ആനിമൽസിനെ സ്പോട്ട് ചെയ്യണം എന്നും വിചാരിച്ചുകൊണ്ട് വരരുത്, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് എല്ലാം ഓൾമോസ്റ്റ് ആനയും എല്ലാം ഇറങ്ങി വരാറുണ്ട്. പക്ഷെ മൺസൂൺ ആവാൻ നേരത്തെ ആ ഒരു വ്യൂ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും. പക്ഷേ ഈ ഒരു ബോട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, നല്ല തണുത്ത കാറ്റൊക്കെയാണ്. ആൻഡ് ആ ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ എല്ലാം അടിപൊളിയാണ് കാണാനായിട്ട്. ആൻഡ് കാടിനുള്ളിൽ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഭംഗിയൊക്കെയാണ്. നമ്മൾ കണ്ട മിക്ക ആനിമൽസിനെയും ദൂരോട്ടാണ് കണ്ടത്, പക്ഷെ ഇത്രയെങ്കിലും അടുത്ത് കാണാൻ പറ്റിയ ഇവർ രണ്ടുപേരെയാണ് കേട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഫോൺ ഇങ്ങനെ സൂം ചെയ്തിട്ടാണ് ഇച്ചിരിയെങ്കിലും കിട്ടിയത്. ആൻഡ് പിന്നെ ഇങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ ഒരു കൂട്ടം മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടം ബൈസൺ ആണോ ഇന്ത്യൻ ഗോറാണോ എന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ ഒരു കൂട്ടം കണ്ടു. കാട്ടുപന്നിയുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി നമ്മൾ ആനേനെയും സ്പോട്ട് ചെയ്തു. പക്ഷെ അതിങ്ങനെ ദൂരത്തൂടെ ഭയങ്കര സ്പീഡിനായിട്ട് 2-3 പോകുന്നതാണ് കണ്ടത്. നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല, കണ്ടു തീരുന്നതിന് മുന്നേ ആനയുടെ പണ്ട് പോയി. ക്യാപ്ചർ ചെയ്യാൻ പറ്റിയൊക്കെ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മന്ത് അതിരപ്പള്ളി മലക്കപ്പാറ പോയ സമയത്ത് ഒരുപാട് ആനകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇതുവരെയായിട്ട് ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല, പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് സർവീസ് കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. ഇവിടെ എനിക്ക് കുറച്ച് 1-2 സ്പോട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, ആ ഫോട്ടോസും കാണിച്ചു തരാവേ. അങ്ങനെ തേക്കടിക്കും കേരളത്തിനും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ കമ്പം, തേനി ആ ഒരു റൂട്ടിലോട്ടാണ് പോകുന്നത്. മെയിനായിട്ട് നമുക്ക് ആ ഗ്രേപ്പ് ഫാം കാണണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്പം ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ആണ്, അതായത് 30 to 35 മിനിറ്റ്സ് ഓഫ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള റൂട്ടായിരുന്നു കേട്ടോ, ആ ഒരു ഹിൽ റേഞ്ച് ഇറങ്ങി പോകുന്നത്. പിന്നെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ആ മുല്ലപ്പെരിയാറിന്റെ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുന്ന ആ ഒരു പൈപ്പൊക്കെ കാണാൻ പറ്റി, വലിയ കുറച്ച് പൈപ്പില്ലായോ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു ഹിൽ റേഞ്ചിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് താഴോട്ട് പോകുന്നതും പവർ ഹൗസും ഒക്കെ കാണാൻ പറ്റി.
പിന്നെ കമ്പം തേനി റൂട്ടിൽ പോകാൻ നേരത്ത് നല്ല രസമാണ് കാണാനായിട്ട്. ഫുൾ കൃഷിയാണ്, വാഴത്തോപ്പും പിന്നെ വേറെ എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. മാവിൻ്റെ ഒരുപാട് തോട്ടം ഉണ്ടായിരുന്നു, ഒരുപാട് ഗ്രേപ്പ് ഫാം ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ചുറ്റും മലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം നമ്മളിവിടെ ഗ്രേപ്പ് ഫാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഗ്രേപ്പ് ഫാം എൻ്റെ 10th ട്രിപ്പ് പോയപ്പോഴാണോ അതോ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോയപ്പോഴാണോ എന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും നമ്മൾ പോയ സമയത്ത് ഈ ഒരു ഗ്രേപ്പ് ഫാമിൽ, ഈ ഗ്രേപ്പ് ഫാം അല്ല ഏതോ ഒരു ഗ്രേപ്പ് ഫാമിൽ നിർത്തിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം അന്ന് തൊട്ടേ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകാൻ നേരത്തും ഇങ്ങനെ മിസ്സാവുന്ന ഒരു സ്ഥലമാണ് ഗ്രേപ്പ് ഫാം. എനിക്കിതുവരെ എട്ടും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ നാളായിട്ട് എനിക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് ഫൈനലി ഒത്തിരി ഗ്രേപ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിൽ തന്നെ പോകാൻ പറ്റി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും ഇല്ല. ആൻഡ് ഇതൊരു വലിയ ഗ്രേപ്പ് ഫാം ആണ്. അപ്പോൾ ഏത് സീസണിൽ വന്നാലും ഏതെങ്കിലും ഒരു സെക്ഷനെങ്കിലും നല്ല രീതിക്ക് ഗ്രേപ്സ് കാണും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണോ വരാം എന്നുള്ളതാണ് ഈ ഒരു ഗ്രേപ്പ് ഫാമിന്റെ പ്രത്യേകത. ആൻഡ് തൊടാനോ പറിക്കാനോ പാടില്ല എന്ന് നമ്മൾ ഫൈൻ അടിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഈ ഒരു വിരൽ എപ്പോഴും എയറിലേ നിൽക്കത്തുള്ളൂ. ഞാൻ മാക്സിമം തൊടാണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇവിടെ ഗ്രേപ്സിൽ തൊടുന്നവരെയും പറിക്കുന്നവരെയൊക്കെ വഴക്ക് പറയാനായിട്ടൊക്കെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. എന്തോ മൈ ഇന്നർ ചൈൽഡ് ഇസ് ഹാപ്പി എന്നുള്ള രീതിയിൽ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു ഇവിടെ നിൽക്കാനായിട്ട്. പിന്നെ ഇവിടെ ഗ്രേപ്സിൻ്റെ തന്നെ റിലേറ്റഡ് പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ബ്യൂട്ടി കെയർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, വൈൻ ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ബൾക്കായിട്ട് ഗ്രേപ്സ് മേടിച്ചിട്ട് പോകുന്നവരുണ്ടായിരുന്നു. പെർ kg 60 ആയിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോക്സ്. ഓഫ് കോഴ്സ് ഇതിനകത്ത് പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പം നമ്മൾ വാങ്ങുന്ന എന്ത് സാധനത്തിനാണ് ഇല്ലാത്തത് അല്ലേ. നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സ് നല്ല ഗ്രേപ്സ് ആയിരുന്നു കേട്ടോ. വാഷ് ചെയ്തെടുത്തപ്പോൾ നല്ലതായിരുന്നു. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ. ടോപ്പ് നോക്കാൻ നേരത്ത് ഇതിൻ്റെ താഴെ ഇത്രയും വലിയ ഒരു ഗ്രേപ്പ് ഫാം ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എക്സോട്ടിക് ബേർഡ്സിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല, സമയമില്ലാത്തത് കൊണ്ട്. പോകുന്ന വഴിക്ക് ഒത്തിരി മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും ഹിൽ റേഞ്ച് കയറി നേരെ തേക്കടിയിൽ നേരെ കുട്ടിക്കാനം എത്തിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് കോട വരുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ നമ്മൾ ഈ എംടി ആയിട്ട് കിടന്ന കുട്ടി വാട്ടർഫോളിലൊക്കെ തിരിച്ചു വന്നപ്പോൾ നല്ല രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ രീതിക്ക് നല്ല രീതിക്ക് ചേഞ്ച് ആയി ക്ലൈമറ്റൊക്കെ. പക്ഷെ മഴ കാരണം ഇറങ്ങാനും പറ്റിയില്ല, അത് വേറൊരു റീസണാണ്. അങ്ങനെ ഞാൻ യൂഷ്വലി പറയുന്നത് പോലെ ഒരു ലോഡ് മെമ്മറീസുമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആൻഡ് തേക്കടി പോകാൻ നേരത്തെ ഈ ഒരു വീഡിയോ റെഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ സജഷൻസ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് ഓഫ് കോഴ്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.